US-ഇറാൻ സംഘർഷം വൻ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിന്റെ ആശങ്കാജനകമായ സൂചന നൽകി മധ്യപൂർവേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ കേവലം അതിർത്തികളിലോ പരമ്പരാഗത യുദ്ധമുനമ്പുകളിലോ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും തകിടം മറിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നുവെന്നുമാണ് ഏറ്റവും പുതിയ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടപ്പിലാക്കിയതായി അവകാശപ്പെടുന്ന പുതിയ ആക്രമണങ്ങൾ മേഖലയിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകരാറിലാക്കിയിട്ടുണ്ട്. ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ടെക് ഭീമനായ ആമസോണിന്റെ പ്രധാന ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണം ഇതിലേറ്റവും ശ്രദ്ധേയവും അപകടകരവുമാണ്. അമേരിക്കൻ സാങ്കേതിക ഭീമന്മാരുടെ ഡാറ്റാ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിലൂടെ വാർത്താവിനിമയ ബന്ധങ്ങളും വിവര സാങ്കേതിക ശൃംഖലകളും തകരാറിലാകാനും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ വാണിജ്യ ഡിജിറ്റൽ ഇടപാടുകളിൽ നിർണായക പങ്കുവഹിക്കുന്ന ആമസോൺ ഡാറ്റ ഹബ്ബ് ലക്ഷ്യമിട്ടതിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങളുടെ മധ്യഭൂമിയിലേക്ക് നേരിട്ട് പ്രഹരിക്കാനാണ് ഇറാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഈ കടുത്ത സൈനിക നടപടിക്ക് വ്യക്തമായ പ്രതികാര പശ്ചാത്തലമുണ്ടെന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് വ്യക്തമാക്കുന്നത്. ഖുസസ്താൻ പ്രവിശ്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇറാന്റെ ദുർഖോബിൻ ആണവ നിലയത്തിന് നേരെ US നടത്തിയതായി ആരോപിക്കപ്പെടുന്ന മുൻ ആക്രമണത്തിനുള്ള നേരിട്ടുള്ള തിരിച്ചടിയായാണ് ഈ മിസൈൽ വർഷമെന്നാണ് IRGC പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് വൻ റേഡിയോ ആക്റ്റീവ് പരത്തുമെന്ന അപകടം നിലനിൽക്കെ അതിന് മറുപടിയായി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ മേഖലയെ വലിയൊരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. പരസ്പരം തന്ത്രപ്രധാനമായ ആസ്തികളെ ലക്ഷ്യമിട്ട് ഇരുപക്ഷവും നീങ്ങുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒന്നാണ്. ഡാറ്റാ സെന്ററുകൾക്ക് നേരെ നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പുറമെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസിലും ഇറാൻ തങ്ങളുടെ സാന്നിധ്യവും ആക്രമണ സ്വഭാവവും കടുപ്പിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഈ കടലിടുക്കിലൂടെ കടന്നുപോയ നിരവധി വാണിജ്യ എണ്ണ കപ്പലുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായും IRGC പരസ്യമായി അവകാശപ്പെടുകയുണ്ടായി. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോളതലത്തിൽ എണ്ണ വില കുതിച്ചുയരാൻ കാരണമാക്കും. മുൻപും തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ ഇറാൻ ഈ കടലിടുക്ക് ഉപരോധിക്കുമെന്ന ഭീഷണി ഉയർത്താറുണ്ടായിരുന്നെങ്കിലും നേരിട്ട് ആക്രമണങ്ങളിലേക്ക് കടന്നത് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിപണിയെയും വ്യവസായ മേഖലകളെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. US എണ്ണക്കപ്പലുകളെയും സഖ്യരാഷ്ട്രങ്ങളുടെ വാണിജ്യ കപ്പലുകളെയും ലക്ഷ്യമിടുന്നതിലൂടെ അമേരിക്കയ്ക്ക് മേൽ വൻ സാമ്പത്തിക തന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാന്റെ ശ്രമം. സമുദ്ര സുരക്ഷ പൂർണ്ണമായും തകരുമ്പോൾ അന്താരാഷ്ട്ര നാവികസേനകൾക്ക് മേഖലയിലേക്ക് ഇറങ്ങേണ്ടി വരും. അത് കൂടുതൽ വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. തങ്ങളുടെ അതിർത്തികളിൽ അമേരിക്കൻ ഭീഷണി ശക്തമാകുമ്പോൾ ലോകത്തെ പ്രതിസന്ധിയിലാക്കുക എന്ന നയമാണ് ടെഹ്റാൻ സ്വീകരിക്കുന്നത്. എന്നാൽ നിർണായകമായ ഈ സൈനിക നീക്കങ്ങൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് പുറത്തു പറയുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള ആക്രമണ സ്വഭാവം അവരുടെ ശക്തിയല്ല, മറിച്ച് സാമ്പത്തികമായും തന്ത്രപരമായും അവർ എത്രത്തോളം നിരാശരാണ് എന്നതാണ് കാണിക്കുന്നതെന്ന് ട്രംപ് വാദിക്കുന്നുണ്ട്. കടുത്ത ഉപരോധങ്ങൾ മൂലവും സൈനിക സമ്മർദ്ദം മൂലവും ഇറാൻ ഭരണകൂടം വലിയ തകർച്ചയിലാണെന്നും അതുകൊണ്ടാണ് ലോക ശ്രദ്ധ ആകർഷിക്കാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതെന്നുമാണ് ട്രംപ് തള്ളിക്കളയുന്നത്. സമാധാന ചർച്ചകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇറാന്റെ അവസാന ശ്രമങ്ങളായി അമേരിക്കൻ ഭരണകൂടം ഇതിനെ വിലയിരുത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വാക്പോരും പ്രായോഗിക അക്രമങ്ങളും മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക താവളവും വലിയ തോതിലുള്ള പാശ്ചാത്യ നിക്ഷേപങ്ങളുമുള്ള ബഹ്റൈൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ കടുത്ത ആക്രമണ ലക്ഷ്യങ്ങളായി മാറുമോ എന്ന ഭീതിയിലാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇറാന് നേരെ ശക്തമായി തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സ്വന്തം കോർപ്പറേറ്റ് കേന്ദ്രങ്ങൾക്കും പൗരന്മാർക്കും നേരെ ആക്രമണം ഉണ്ടാക്കുമ്പോൾ നിശബ്ദരായിരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇത് ഇറാനിലെ മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ പെന്റഗണിനെ പ്രേരിപ്പിച്ചേക്കാം. ഇറാന്റെ ആണവ മുന്നേറ്റങ്ങളും തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റങ്ങളും പൂർണ്ണമായി തടയുക എന്ന നയത്തിൽ അമേരിക്കയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല.
എന്നാൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഉയർത്തുന്ന സായുധ ഭീഷണിയും മിസൈൽ കരുത്തും പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കൂടുതൽ സൈനിക സന്നാഹങ്ങളെ പശ്ചിമേഷ്യയിൽ വിന്യസിക്കേണ്ടി വരും. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകളെയും എണ്ണക്കപ്പലുകളെയും ആക്രമിക്കുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ഇറാന്റെ നിലപാട്. ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും ഓഹരി വിപണികളിലെ തകർച്ചയ്ക്കും വാർത്താവിനിമയ തടസ്സങ്ങൾക്കും ഈ യുദ്ധ സാഹചര്യം കാരണമായേക്കാം. നയതന്ത്ര തലത്തിൽ ഉടനടി ശക്തമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സൈനിക പ്രതിസന്ധിക്കായിരിക്കും. ട്രംപ് ഭരണകൂടവും ഇറാന്റെ പരമോന്നത നേതൃത്വവും സ്വീകരിക്കുന്ന അടുത്ത നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ലോക സമാധാനത്തിന്റെ ഭാവി നിർണ്ണയിക്കുക.